പ്രകാശത്തിന്റെ മാന്ത്രികവിദ്യ കണ്ടുപിടിക്കുകയും അതിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്ത അസാധാരണ ശാസ്ത്രജ്ഞനായിരുന്നു സർ സി.വി. രാമൻ. ഈ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം ഒരു സംഗീത പ്രേമിയായിരുന്നു. മറ്റുള്ളവർക്ക് പഠിക്കാനും ഗവേഷണം നടത്താനുമുള്ള സ്ഥലങ്ങൾ സൃഷ്ടിക്കാൻ അദ്ദേഹം സഹായിച്ചു. കുട്ടിക്കാലത്ത് അദ്ദേഹം എപ്പോഴും ജിജ്ഞാസയുള്ളവനായിരുന്നു, എല്ലാം മനസ്സിലാക്കാൻ ആഗ്രഹിച്ചു. അഭിനിവേശത്തോടും ജിജ്ഞാസയോടും കൂടി ശാസ്ത്രത്തിലും അതിനപ്പുറവും നമുക്ക് അത്ഭുതകരമായ കാര്യങ്ങൾ നേടാകുമെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം കാണിക്കുന്നു. തലമുറകൾക്ക് ശാശ്വതമായ ഒരു പാരമ്പര്യം അദ്ദേഹം അവശേഷിപ്പിക്കുന്നു. നമ്മെ പ്രചോദിപ്പിക്കുന്ന ചില സി.വി. രാമൻ വചനങ്ങൾ. എന്റെ പരാജയത്തിന്റെ യജമാനൻ ഞാൻ ഒരിക്കലും പരാജയപ്പെടുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ പഠിക്കും? ദാരിദ്ര്യവും പാവപ്പെട്ട ലബോറട്ടറികളുമാണ് എനിക്ക് കഴിയുന്നത്ര മികച്ചത് ചെയ്യാനുള്ള ദൃഢനിശ്ചയം തന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും തിരഞ്ഞെടുക്കാൻ കഴിയില്ല, പക്ഷേ അവർ എന്ത് പാഠമാണ് പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് പഠിക്കാനാകും. ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുക. പ്രകൃതി അവളുടെ രഹസ്യങ്ങളിലേക്കുള്ള വാതിൽ തുറക്കും. നിങ്ങളുടെ മുന്നിലുള്ള ദൗത്യത്തോടുള്ള ധീരമായ അർപ്പണത്താൽ വിജയം നിങ്ങളെ തേടിയെത്തും. ആരെങ്കിലും നിങ്ങളെ വിലയിരുത്തുകയാണെങ്കിൽ അവർ അവരുടെ മനസ്സിൽ ഇടം പാഴാക്കുകയാണ്. ഇത് അവരുടെ മാത്രം പ്രശ്നമാണ്. നാം ജീവിക്കുന്നത് എന്തൊരു അത്ഭുതകരമായ ലോകത്താണെന്ന് തിരിച്ചറിയുക എന്നതാണ് ശാസ്ത്രബോധത്തിന്റെ സാരം. ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് സംഭരിച്ച സ്വർണത്തിലല്ല, മറിച്ച് അതിലെ ജനങ്ങളുടെ ബൗദ്ധികവും ശാരീരികവുമായ ശക്തിയിലാണ്. വിദ്യാർത്ഥി കാലത്തെ ആദർശവാദം പിൽക്കാലത്തെ പുരുഷജീവിതത്തിൽ ആവിഷ്കാരത്തിന് മതിയായ അവസരം കണ്ടെത്തുന്നു എന്നല്ല ഉദ്ദേശിക്കേണ്ടത്. ശാസ്ത്രത്തിന്റെ സാരം സ്വതന്ത്രമായ ചിന്തയാണ്, കഠിനാധ്വാനമാണ്, ഉപകരണങ്ങളല്ല. എനിക്ക് നൊബേൽ സമ്മാനം ലഭിക്കുമ്പോൾ എന്റെ ഉപകരണങ്ങൾക്കായി ഞാൻ ചെലവാക്കിയത് 200 രൂപ മാത്രമാണ്.